രാവിലെ തന്നെ എല്ലാ ജോലികളും പെട്ടെന്ന് തീർക്കും കേട്ടോ. വേറെ അല്ല, ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പം ഇന്ന് പള്ളിയിൽ ക്രിസ്തുരാജൻ്റെ ആരാധനയുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ പോകുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു 11 മണിയാകുമ്പോൾ പള്ളിയിൽ പോകണം. അപ്പോൾ അതിന് മുന്നേ വീട്ടിലെ എല്ലാ ജോലിയും തീർത്തിട്ട് പോകാമെന്ന് ഓർത്തുകൊണ്ടാണ്. കുഞ്ഞ് രാവിലെ ബുക്കും പേനയൊക്കെ ആയിട്ട് കയറിയിരുന്ന് എന്തോ പടം വരെയോ എന്തോ കാര്യങ്ങളോ ഒക്കെയാണ് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാൻ രാവിലെ തൂത്തുവാരി തുടയ്ക്കാമെന്നോർത്ത് വന്നതാണ്. തുടയ്ക്കാനുള്ള ടൈം കിട്ടുമോയെന്നറിയത്തില്ല. സമയം എന്തായാലും 9 മണി 9:30 ആവാറായിട്ടുണ്ട്. അമ്മ രാവിലെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അടുക്കളയിലെ കാര്യങ്ങളൊന്നും അറിയണ്ട. ഞാൻ നേരെ തൂത്തുവാരാൻ പോകുന്നത് ഞങ്ങളുടെ റൂമാട്ടോ. ഞങ്ങളുടെ റൂം തൂത്തുവാരി ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് സമയമാവും കേട്ടോ. കാരണം താഴെ കിടക്കുന്നത് കൊണ്ട് ആ ബെഡെല്ലാം മടക്കി വെച്ച് എല്ലാം എടുത്ത് അടുക്കി പറക്കി വരുമ്പോഴത്തേക്കിനും ഒരു ടൈം ആവും കേട്ടോ. ഞാനത് പകലൊന്നും വിരിച്ചിടാറില്ല. രാവിലെ തന്നെ ബെഡെല്ലാം മടക്കി വെക്കും കേട്ടോ. അല്ലെങ്കിൽ അതിലെ നടന്നും പറക്കിയും അത് മുഴുവൻ അഴുക്കാവുമല്ലോ. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എല്ലാം മടക്കിയെടുത്ത് വെക്കും കേട്ടോ. പിന്നെ വൈകിട്ട് കിടക്കാൻ നേരത്തെ വിരിക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ഹാളിലേക്കാണ് കേട്ടോ പോകുന്നത്. അച്ചാച്ചി ഇതേ രാവിലെ ലൂക്കാനെയും കൊണ്ട് നടക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നടക്കാൻ വേണ്ടിയിട്ട് പോയതല്ല, അച്ചാച്ചി രാവിലെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ലൂക്കാനെയും കൂടെ അഴിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ. ആൾക്കാരെ കാണുമ്പോൾ അവനങ്ങനെ ബഹളമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഒന്നും അവനെ അങ്ങനെ കൊണ്ടുപോകാറില്ല. വല്ലപ്പോഴും ഒക്കെ അങ്ങനെ ഒന്ന് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അച്ചാച്ചൻ ഉള്ള ടൈമിലാണ് കേട്ടോ അവൻ മിക്കപ്പോഴും വീടിന് പുറത്തുകൂടെ പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാനിതെല്ലാം പെട്ടെന്ന് തന്നെ തൂത്ത് വരുവാണ് കേട്ടോ. പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെപ്പാടെ ക്ഷീണമായിരിക്കും കേട്ടോ. ക്ഷീണമല്ല, പിന്നെ എനിക്കങ്ങ് മടിയാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എല്ലാ പണിയും തീർത്തിട്ടാണ് കേട്ടോ പള്ളിയിൽ പോകുന്നത്. ചേട്ടായിക്ക് രാവിലെ പോകാറായിട്ടുണ്ട്. ചേട്ടായി അപ്പോൾ രാവിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കയറി വന്നിട്ടുണ്ട് കേട്ടോ. അതിനിടയിലെല്ലാം തൂത്തുവാരി കഴിഞ്ഞിട്ട് ഞാൻ വന്നതേ കുഞ്ഞിനും എനിക്കും പള്ളിയിൽ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുവാണ് കേട്ടോ. ചേട്ടായി പോകാനായിട്ട് ഒരുങ്ങി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് കുഞ്ഞിനോട് വന്ന് എന്തോ കാര്യങ്ങൾ പറയുവാണ് കേട്ടോ. അവൾക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞു വിടുന്നതാണ് കേട്ടോ. എല്ലാ ദിവസവും ചേട്ടായി ജോലിക്ക് പോകുമ്പോൾ ആ ഒരൊറ്റ കാര്യം മാത്രമേ അവൾക്ക് പറയാറുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ മേലെല്ലാം കഴുകി കുളിച്ച് റെഡിയായി പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങി കേട്ടോ. എത്ര സമയം അവൾ പള്ളിയിൽ വന്ന് ഇരിക്കുമെന്ന് അറിയത്തില്ല. അതിനിടയിൽ ഒരു റീൽ എടുക്കാൻ തുടങ്ങിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഫിൽറ്ററൊക്കെ ഇട്ട് എടുത്തതാണ് കേട്ടോ. പക്ഷേ നല്ല രീതിക്കൊന്നും എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. എന്നാലും എന്തൊക്കെയോ കാണിച്ചൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഇത് പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങി റെഡിയായി. അതിനിടയിൽ ഞാൻ ഈ ഒരു ഷോളാണ് കേട്ടോ എപ്പോഴും പള്ളിയിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇതാകുമ്പോൾ എനിക്ക് തലയിലിടാനും കൊണ്ട് നടക്കാനും ഒക്കെ എളുപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷോളായിട്ട് കേട്ടോ, പ്രത്യേകിച്ച് കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ ഈ ഒരു ഷോളായിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഇത് പള്ളിയിൽ നിന്ന് അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഞങ്ങൾ